Hello my dear students, ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. CA ഫൗണ്ടേഷൻ മെയ് 2025 എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് ഈ അവസാന നിമിഷം സാറേ ഇനി എന്ത് ചെയ്യും, 2-3 അറ്റംപ്റ്റ് ആയി ഒരു കോൺഫിഡൻസ് വരുന്നില്ല എന്ന് പലരും മെസ്സേജ് അയക്കുന്നതിന് അടിസ്ഥാനത്തിൽ അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. നമുക്കിനി കുറച്ച് നാളുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അത് നമ്മൾ മാസങ്ങളാണ്. 1 മാസം എന്ന് പറയുമ്പോൾ മൈൻഡിന് ഒരു ലീഷറാണ് അല്ലേ. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കുക. നമ്മൾ ദിവസങ്ങളിലും മണിക്കൂറുകളിലും നമ്മൾ എണ്ണാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ എണ്ണുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും 800 മണിക്കൂർ മാത്രമേ നമുക്കുള്ളൂ. അതിൻ്റെ അകത്ത് നമ്മൾ ഉറങ്ങാൻ വേണ്ടിയും നല്ലൊരു സമയം കൊടുക്കും 300 മണിക്കൂർ. അങ്ങനെ നമുക്ക് ഒരു 500 മണിക്കൂർ മാത്രമേ ഉള്ളൂ. നമുക്ക് 4 പേപ്പേഴ്സ് ബാക്കിയുണ്ട്. ആദ്യമായിട്ട് എഴുതുന്നവരുണ്ടായിരിക്കാം, സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാത്തവരുണ്ടായിരിക്കാം. അപ്പോൾ കുറച്ച് സ്റ്റെപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ടേക്ക് എ ഡീപ് ബ്രെത്ത് ആൻഡ് റിമെമ്പർ യു ഹാവ് ടു റിമെമ്പർ യു ഹാവ് ഓൺലി 1 month ലെഫ്റ്റ്, ഒരു 30 days ലെഫ്റ്റ്. ആദ്യമേ ആ ഒരു ബോധ്യം കൊണ്ടുവരിക. അതായത് സമയമുണ്ടെന്നുള്ളൊരു ലീഷറാണ് നമുക്ക് എന്താണ് ഒരു പ്രശ്നം പറ്റുക. അപ്പോൾ ആദ്യമേ ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. രണ്ടാമത് ഞാൻ പറഞ്ഞു, സമയം നമുക്ക് വളരെ കുറവാണ്. നിങ്ങൾ ഉറപ്പായിട്ടും മന്തിൽ കാൽക്കുലേഷൻ ചെയ്യാതെ ഡെയിലി അല്ലെങ്കിൽ ഹവേഴ്സ് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യുക. കാരണം ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് എത്ര ഹവേഴ്സ് സ്പെൻഡ് ചെയ്യാൻ പറ്റും അതിൻ്റെ മേളിലാണ് നമ്മളുടെ റിസൾട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എത്ര ദിവസം എന്നല്ല. കാരണം നമ്മൾ ഇന്ന് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് നാളെ ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്നുള്ള ഞാനും നാളെയുള്ള ഞാനും സെയിം തന്നെയാണ്. അപ്പം മാറ്റങ്ങൾ നമ്മൾ ഇന്ന് വരുത്തണം. ഇന്ന് ടുഡേ, നാളെ നീളെ ഇന്നെന്ന് പറയുന്നത് ഇന്ന് മാത്രമാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു അഡ്വൈസാണ് മൂന്നാമത്തത്. ഇനി പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോകണ്ട, കുറച്ച് സമയമല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആൾറെഡി ഒരു അറ്റംപ്റ്റ് കഴിഞ്ഞവരാണെങ്കിൽ രണ്ടാമതൊരു അറ്റംപ്റ്റിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ പുതിയതായിട്ടെന്ന് പറഞ്ഞ സമയത്ത് നിങ്ങളൊരു പോർഷൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചു. ഇപ്പോൾ ആരെങ്കിലും പറയുകയാണെന്ന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് എക്സാമ്പിൾ മാത്രം പറയുന്നതാണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്തു, നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണെന്ന് വെച്ചു. സ്കിപ്പ്, പോട്ടെ, കുഴപ്പമില്ല, പോട്ടെ. ബാക്കി ചാപ്റ്റേഴ്സിന് എന്താണ് നല്ലപോലെ ഒന്നും കൂടെ ഇനി രണ്ടാമത്തെ ലെവൽ ഓഫ് റിവിഷൻ തുടങ്ങേണ്ട സമയം, അത് നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു, സമയം നമുക്ക് കഴിഞ്ഞു. ഇപ്പോഴും നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്ലാൻ ഉണ്ടാവും. മെയിൻലി അപ്ലിക്കബിൾ ആകുക എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ തവണ എക്സാമിനേഷൻ അറ്റംപ്റ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് പുതിയ കാര്യങ്ങളൊന്നും പഠിക്കാതെ ഒന്നുമായിട്ടില്ലേ നമ്മൾ പഠിക്കേണ്ടി വരും. ഈ പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടതെന്ന് പറയാൻ കാരണം നമ്മളെല്ലാം ഓടിച്ചു പോയിട്ട് കാര്യമില്ല. മനസ്സിലാവുന്നുണ്ട്? നമ്മളെല്ലാം ഓടിച്ചു പോയിട്ട് കുറേ പഠിച്ചു എന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അതായത് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന ആരും പഠിക്കാതെ പോകില്ല. എല്ലാവരും നല്ലപോലെ പഠിച്ചിട്ട് ഫുൾ ക്ലിയർ ആയിട്ടേ പോവുകയുള്ളൂ. കറക്റ്റ് അല്ലേ? അത് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പിന്നെ എവിടെയാണ് നമുക്ക് പ്രശ്നം പറ്റുന്നത്? പഠിക്കുന്നതിന് ആഴത്തിൽ പഠിക്കാതിന് ഒരു പ്രശ്നമാണ് നമുക്കത് വരുന്നത്. അപ്പോൾ പുതിയ കാര്യങ്ങൾ എന്താണ് പഠിക്കാൻ പോകണ്ട. ആൾറെഡി പഠിച്ച കാര്യങ്ങൾ കുറച്ചും കൂടെ എന്താണ് ഒന്ന് ഉറപ്പ് വരുത്തി അതിനൊന്ന് സ്ട്രോങ് ആക്കുക. എന്നിട്ട് ഏതിനൊരു ഗ്യാപ്പ് കിട്ടും എന്താണ് ചുമ്മാ ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ഇപ്പോൾ നെഗോഷ്യബിൾ ആണെങ്കിൽ നിങ്ങൾ വിട്ട ആ ഒരു സബ്ജക്റ്റ് പിന്നെ ആ വെയിറ്റേജ് ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്താലേട്ടോ. വെയിറ്റേജ് നിങ്ങൾ അതായത് ഇമ്പോർട്ടൻസ് ടോപ്പിക്സിന് എന്താണ് നിങ്ങൾ എഴുതി പഠിക്കണം. നിങ്ങൾ 4ാമത്തെ പോയിന്റ് ഇമ്പോർട്ടൻസ് പോയിന്റ് നിങ്ങൾ എഴുതി പഠിക്കണം. സാർ ഇതിനൊന്നും സമയമില്ല സാർ. ഞാൻ പറഞ്ഞൊരു കാര്യം ഓർത്ത് വെക്കുക. നിങ്ങൾ ഒരുപാട് വായിച്ച് എല്ലാം സാർ കൺസെപ്റ്റ് 100% ക്ലിയർ. അതായത് ഞാൻ പല സ്റ്റുഡൻസിൻ്റെ ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്യുമ്പോൾ അവർ എല്ലാ കൺസെപ്റ്റും ക്ലിയർ സാർ, എന്ത് സാറിന് വേണം അതെല്ലാം ഞങ്ങൾ തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കുക. ഇമ്പോർട്ടൻസ് ടോക്സ് നമ്മൾ എഴുതി പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആ ഒരു കാര്യം തന്നെയാണ്. കാരണം എത്ര പഠിച്ചു എന്നല്ല, നിങ്ങൾ എന്ത് ആൻസർ ഷീറ്റിൽ എഴുതുന്നു എന്നതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. കുറേ എഴുതി വെച്ചിട്ട് അവിടെ നിന്ന് എഴുതുന്ന 2-3 മാർക്കും കിട്ടിയിട്ട് കാര്യമില്ല. ഇറ്റ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്പർ ഓഫ് പേജസ് യു ആർ റൈറ്റിംഗ്. ഓക്കെ, ഇനി 5ാമതൊരു പോയിന്റ് നമ്മുടെ ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ്. ലോ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് പോയവരുടെ എണ്ണം വളരെ കൂടുതലാണ്. കുറവല്ല, ഭയങ്കര കൂടുതലാണ്. കാരണം ലോ പേപ്പറിലാണ് സാർ പോയത് നെഗറ്റീവായിട്ട് പറയുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ ഇപ്പോഴും നിങ്ങൾ ലോ പേപ്പർ പഠിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ അവസാനം കൊണ്ടേ വെക്കരുത്. അവസാനം വരുള്ളൂ. നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രയോറിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഏതിനെ ആദ്യമേ കൊണ്ടേ വെക്കുന്നു അതാണ് ആദ്യമേ വരത്തുള്ളൂ. നമ്മൾ അതിന് അവസാനം കൊണ്ടേ വെച്ച് അവസാനം സമയമില്ല എന്ന് പോയിട്ട് അവസാനം കുറച്ച് വായിച്ചിട്ട് പോകും. അപ്പോൾ ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പർ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അത് ലോ ആവണമെന്ന് നിർബന്ധമില്ല. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്, കോമൺ എക്സാമ്പിൾ പറഞ്ഞതാണ്. അത് ഇപ്പോഴേ നിങ്ങൾ എന്താണ് പഠിക്കാൻ വേണ്ടി തുടങ്ങുക. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇനിയുള്ള ഒരു 30 days അല്ലെങ്കിൽ 35 daysനുള്ള ഒരു എക്സാക്ട് പ്ലാൻ നിങ്ങളാക്കണം. എക്സാക്ട് പ്ലാൻ എന്ന് പറയുമ്പോൾ ഇനി വിഷു വരുന്നുണ്ട്, നമുക്ക് ഈസ്റ്റർ, അങ്ങനെ കുറേ പ്രോഗ്രാംസ് വരുന്നുണ്ട്, പിന്നെ വേറെ കുറേ ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുമായിരിക്കാം. അപ്പോൾ വളരെ കൃത്യമായിട്ട് എന്താണ് നിങ്ങൾ എല്ലാം അലോക്കേഷൻ ചെയ്യണം. എല്ലാത്തിനും സമയം കൊടുത്തിട്ട് പ്രോപ്പർ പ്ലാനിങ്. അതിനകത്ത് ഡീവിയേഷൻ ആകരുത്. ഡീവിയേഷൻ ആയാൽ ഒരു 10% ഡീവിയേഷൻ ആകാം. ഓക്കെ, അല്ലാതെ ഡീവിയേഷൻ ആകരുത്. കോൺസെൻട്രേഷൻ മൊബൈലൊക്കെ ഒന്ന് മാറ്റി ഇൻസ്റ്റാഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഡിലീറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് റീഇൻസ്റ്റാൾ ചെയ്യാന്നേ.
അങ്ങനെ ഇപ്പം നിങ്ങൾക്ക് എന്താണ് വലിയൊരു സംഭവത്തിലോ നിങ്ങൾക്ക് ഒരു സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല. നിങ്ങൾ പാസ്സാകണം, അതാണ് എൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് ഇപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ കാണുകയാണ്, അത് സാറിൻ്റെ വീഡിയോസ് കാണുക, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളെന്താണ് ഇപ്പോൾ ഒരാൾ പലതും പഠിക്കുക, നല്ലപോലെ എഴുതുക, എന്നിട്ട് നമ്മളെന്താണ് നല്ലപോലെ മാർക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്താണ് പിന്നെ റീഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്കൊരു സമയം കിട്ടുക. അതായത് നിങ്ങളുടെ വിജയം ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇങ്ങനത്തെ ആക്ടിവിറ്റീസിലേക്ക് പോകാവുള്ളൂ. നല്ലൊരു പ്ലാൻ ആക്കുക, ഏതൊക്കെ ദിവസം ഏതൊക്കെ പഠിക്കണം. ഒരു സജഷൻ മാത്രമേ ഉള്ളൂ, എല്ലാ ദിവസവും എല്ലാ സബ്ജക്റ്റിലേക്കും ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോവുകയും ചെയ്യണം. നിങ്ങൾ ഒരു ദിവസം ഫുള്ള് ലോ, കാരണം അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ഞാൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ട് എങ്ങനെ 12 hours നമുക്ക് പഠിക്കാൻ എങ്ങനെ ഡിവൈഡ് ചെയ്യാമെന്ന്. ആൾറെഡി വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ എന്താണ് ആ ഒരു വീഡിയോ ഉണ്ട്, ചാനലിൽ ആ വീഡിയോ ഉണ്ട്, പോയി കാണുക. നിങ്ങൾക്ക് കുറച്ചുകൂടി ഉപകാരപ്പെടും. ഹൗ ടു സ്റ്റഡി 12 hours പ്ലസ് എ ഡേ. നമ്മൾ ഫോളോ ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് മാത്രമേ നിങ്ങളോട് ഞങ്ങൾ പറയുന്നുള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഉറപ്പായിട്ട് എന്താണ് ഇവിടെ കാണുന്ന പോലെ സക്സസ് ആയിട്ട് മുമ്പിലുണ്ട്. നമ്മൾ അതിൻ്റെ പുറകെ എന്താണ് നമ്മൾ ഓടണം. നല്ലപോലെ നമ്മൾ ഓടിക്കഴിയുമ്പോൾ നമുക്ക് എന്താണ് അത് കിട്ടും. അപ്പോൾ ഓടുമ്പോൾ എന്താണ് നമ്മൾ ചുമ്മാ ഓടരുത്. നമ്മുടെ ഓടിൻ്റെ സ്പീഡ് നമ്മൾ നോക്കണം. നമുക്ക് എത്ര സമയമുണ്ട്, നമ്മൾ എത്ര സ്പീഡിൽ ഓടിയാൽ എത്ര മണിക്കൂറാണ് അവിടെ എത്തും. നമ്മളിപ്പോൾ മാപ്പ് ഇട്ട് പോകുന്ന പോലെ ഇത്ര കിലോമീറ്റർ ഉണ്ട്, നിങ്ങൾ ഈ ഒരു ആവറേജ് സ്പീഡിൽ പോയി ഇപ്പോൾ എത്തും. അതുകൊണ്ട് മുമ്പിലൊരു ലക്ഷ്യം മാത്രം വെച്ചിട്ട് കാര്യമില്ല. ലക്ഷ്യത്തേക്ക് നമ്മൾ എത്തേണ്ട ദൂരം, നമ്മൾ ഓടുന്ന സ്പീഡ്, ഇതെല്ലാം എന്താണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്താണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തെടുക്കുന്നത്. ഉറപ്പായിട്ട് അവർക്ക് ഉപകാരപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ലൈക്ക് ചെയ്തില്ല, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കാരണം നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്കൊരു സപ്പോർട്ടാണ്. ഇനി നമ്മൾ CA ഫൗണ്ടേഷൻ്റെ മാരത്തോണും ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും എല്ലാം ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മുടെ ഏപ്രിൽ മിഡ് ആകുമ്പോൾ നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഫുൾ ചാപ്റ്റേഴ്സിൽ നമ്മൾ മാരത്തോൺ ആൾറെഡി നമ്മൾ പാസ്റ്റ് ഒരു മാരത്തോൺ അവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ പുതിയ എന്താണ് നമ്മൾ ഈ 2025 വേണ്ടിയുള്ള ഒരു മാരത്തോൺ നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട്, മെയിലേക്ക് വേണ്ടിയുള്ളത്. അപ്പോൾ നമ്മൾ ഫുൾ കവറേജ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാനുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെല്ലാം സക്സസ്ഫുള്ളി നമ്മൾ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തന്നെ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ കാണുന്നവരെ നല്ലപോലെ പഠിക്കാം കേട്ടോ.